കൊല്ലത്ത് UDFന്റെ കൊട്ടിക്കലാശം കഴിഞ്ഞ് മടങ്ങിയപ്പോൾ കാറിടിച്ച് കായിക താരങ്ങൾക്ക് പരിക്കേറ്റ സംഭവം രാഷ്ട്രീയ വിവാദമാവുകയാണ്. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയുടെ മകന്റെ പേരിലുള്ള വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. KSUക്കാരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. കാർ ഓടിച്ച നെയ്യാറ്റിൻകര സ്വദേശി ദേവനന്ദനെതിരെ കേസെടുത്തിട്ടുണ്ട്. വാഹനം ഓടിച്ച യുവാവ് മകന്റെ സുഹൃത്തും തിരുവനന്തപുരത്തെ CPM നേതാവിന്റെ മകനുമാണെന്നാണ് ബിന്ദു കൃഷ്ണയുടെ വിശദീകരണം. കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ 2 പെൺകുട്ടികളിൽ ഒരാൾ വെന്റിലേറ്ററിലാണ്. തന്റെ മകൻ വാഹനത്തിലുണ്ടായിരുന്നില്ലെന്നാണ് ബിന്ദു കൃഷ്ണ പറയുന്നത്. വിനീഷ് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, ഇക്കാര്യത്തിൽ ബിന്ദു കൃഷ്ണയ്ക്കെതിരെ ഇതൊരായുധമാക്കുകയാണല്ലോ ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥികൾ. എന്താണ് ബിന്ദു കൃഷ്ണ നൽകുന്ന വിശദീകരണം? തീർച്ചയായും മഞ്ജുഷ, ഇത് UDF പ്രവർത്തകരുടെ കാറിടിച്ച് കായിക താരങ്ങൾക്ക് പരിക്കേറ്റ സംഭവത്തിലാണ് പോലീസ് കേസെടുത്തത്. ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൊല്ലം ഈസ്റ്റ് പോലീസിൽ ആണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അപകടത്തിൽ ഹോക്കി താരങ്ങളായ ചിന്നുലക്ഷ്മി 13 വയസ്സാണ്, ധനലക്ഷ്മി എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. കാറ് അമിത വേഗതയിലായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും തെറിച്ച് കായലിൽ വീഴുകയും ചെയ്തു. അങ്ങനെ നാട്ടുകാരും ഫയർഫോഴ്സും ഇടപെട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തുകയും കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. ചിന്നുലക്ഷ്മിയുടെ തലയ്ക്കും മുറിവ് ഉണ്ടായിരുന്നു. നട്ടലിനും ഗുരുതരമായി പരിക്കുണ്ടായിരുന്നു. അസ്ഥിക്ക് പൊട്ടലുണ്ട്, രക്തസ്രാവം അടക്കം ഉണ്ടായിരുന്നു. അങ്ങനെ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയാണ്. നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അമിത വേഗതയിൽ അശ്രദ്ധമായിട്ട് വാഹനം ഓടിച്ചു എന്നാണ് കേസ്. അപ്പം നിലവിൽ ഇതിൽ പ്രതി പോലീസ് കസ്റ്റഡിയിലാണ്. അപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ബിന്ദു കൃഷ്ണ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകിയിട്ടുണ്ട്. ബിന്ദു കൃഷ്ണയുടെ മകന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് ഈ അപകടത്തിൽപ്പെട്ടത്. മകന്റെ സുഹൃത്താണ് വാഹനം ഓടിച്ചതെന്ന് പറയുന്നുണ്ട്. CPM നേതാവിന്റെ മകനാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള വിശദീകരണം നൽകി. എന്തായാലും ഈ ആശുപത്രിയിൽ എല്ലാ പാർട്ടിക്കാരും എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദം പുകയുന്നുണ്ട്. പക്ഷെ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. മഞ്ജുഷ്. ശരി, വിനേഷാണ് വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.